ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെയും കെട്ടി മാരേജ് ലൈഫ് ആസ്വദിക്കാനൊന്നുമല്ല. ആ കോടികളുടെ മുതല് നമ്മുടെ കൈവിട്ട് പോരുത്. നാഗമാണിക്യത്തിന് കാവലിരിക്കുന്ന സർപ്പത്തെ പോലെയാടാ ഈ അംബിക. ശരി മോനെ, മോൻ ചെല്ല്. ഏറ്റില്ല, നനഞ്ഞ പടക്കമായി പോയി, ചീറ്റിയത് പോലും ഇല്ല മോളെ. ശരി. അമ്മ മാഡത്തിനെ വഴക്ക് പറഞ്ഞോ? ഇല്ല ഇല്ല രാജു, അമ്മൊന്നും പറഞ്ഞില്ല. അളിയന്റെ അമ്മ പടപിടിക്കാൻ മിടിക്കുക. ഹലോ അമ്മമ്മേ. മോളെ, ഞാൻ അമ്മമ്മ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. മോളവിടെ എന്തെടുക്കുക? ഞാനിവിടെ വെറുതെ ഇരിക്കുക അമ്മമ്മേ. മോക്കവിടെ സങ്കടമൊന്നുമില്ലല്ലോ? എന്ത് സങ്കടം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക. അതല്ല മോളെ, ഇവിടെ പമ്പിക പറഞ്ഞു നടക്കുന്നു, അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. അതല്ല, അവിടെ രാജുവിന്റെ അമ്മ രാധമ്മ നിന്നോട് വഴക്കാണെന്ന് കേട്ടു. ഇത് ആര് പറഞ്ഞു അമ്മമ്മേ ഈ നുണയൊക്കെ? ഇവിടെ ഞാൻ രാധമ്മയും തമ്മില് യാതൊരു പ്രശ്നവുമില്ല. പണ്ടും ഇപ്പോഴും രാധമ്മേനെ സ്വന്തം മകളെ പോലെ കരുതുന്ന. ഉവ്വോ, അങ്ങനെ കേട്ടതിൽ സന്തോഷമുണ്ട് മോളെ. ഞാൻ വല്ലാതെ ടെൻഷനിലായിരുന്നു, ഇപ്പൊ അതങ്ങ് മാറി. അമ്മമ്മ ഒരു കാര്യത്തിലും വിഷമിക്കണ്ട. ഞാനിവിടെ വലിയ സന്തോഷത്തില്. ഐ എം റിയലി ഹാപ്പി അമ്മ. വളരെ സന്തോഷം, ദൈവത്തിന് നന്ദി. മോള് എന്തുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുതേ. വെക്കട്ടെ? ഓക്കെ അമ്മമ്മ. അമ്മ എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കണോ? ഏയ് എടാ, ഞാൻ ചിലത് ആലോചിച്ചിരിക്കുവായിരുന്നു. എന്താലോചന? പല കാര്യങ്ങളും, പല ഭാവി പരിപാടികളും. ആ സ്ത്രീ ഇവിടെ എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ അമ്മ മറ്റൊരാളായി മാറി. എന്താടാ നിനക്ക് അങ്ങനെ തോന്നാൻ? അമ്മയുടെ സ്വഭാവം പെരുമാറ്റങ്ങളൊക്കെ ആകെ മാറിയിരിക്കുക. എത്ര എനർജറ്റിക് ആയിരുന്നു അമ്മ. ഇപ്പൊ അമ്മ പഴയ ആളൊന്നുമല്ല. അംബികയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, നിനക്ക് തോന്നുന്നതാ. അമ്മേ, എത്ര കോടികളുടെ മുതലിനെയാ ആ രാജു കൊണ്ടുപോയിരിക്കുന്നെന്ന് അമ്മയ്ക്കറിയോ? ഋതികയുടെ കാര്യമാണോ നീ പറയുന്നേ? പിന്നെ അല്ലാതെ. ഞാനും അതൊക്കെ തന്നെയാണ് ആലോചിച്ചേ. രാജു വന്ന് ഋതികയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാ അത് സംഭവിച്ചു. അമ്മ വിചാരിച്ച അവൻ കിട്ടിയതല്ലേ അവനെ കൊണ്ട് തന്നെ പൊട്ടിപ്പിക്കാനും കഴിയില്ലേ? അവളെ അധികകാലം ആ വീട്ടില് വാഴിക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരണം. അവളെയും കെട്ടി മാരേജ് ലൈഫ് ആസ്വദിക്കാനൊന്നുമല്ല. ആ കോടികളുടെ മുതല് നമ്മുടെ കൈവിട്ട് പോരുത്. നാഗമാണിക്യത്തിന് കാവലിരിക്കുന്ന സർപ്പത്തെ പോലെയാടാ ഈ അംബിക. ആ മുതലൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. അവളെ എല്ലാവരും കൂടി ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. ഇല്ലെങ്കിൽ ഞാൻ പുറത്താക്കിക്കും.
ആ രമ്യയ്ക്ക് വട്ട് പിടിച്ചു പോയതാ നമുക്കൊരടിയായത്. അവളായിരുന്നു നമ്മുടെ അവിടുത്തെ ആയുധം. അത് തൽക്കാലത്തേക്കൊന്ന് ഒടിഞ്ഞുപോയി. എന്തായാലും ഞാൻ ആ രുക്മിണി ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഞാനാ രുക്മിണി, അംബിക. മനസ്സിലായി അംബികെ, പറഞ്ഞോളൂ. അല്ല, രമ്യയുടെ വിവരങ്ങൾ അറിയാനാ വിളിച്ചത്. രമ്യക്കിപ്പോ എങ്ങനെയുണ്ട്? ആ, അങ്ങനെ തന്നെയാ അംബികെ. അവളാകെ തകർന്നു പോയില്ലേ. ഞാനിപ്പോ മരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. അത് പതുക്കെ മാറിക്കോളും, പേടിക്കണ്ട. അതിരിക്കട്ടെ, രാജുവിന്റെ വീട്ടിലെ വിവരങ്ങൾ അറിഞ്ഞോ? ആ നന്ദിയോട്ടവനെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ എനിക്ക് കലിയ. ആ നാണം കെട്ട വർഗം. അതല്ല, രാജു ഋതിക ദമ്പതികളുടെ കല്യാണ ജീവിതം എങ്ങനെയാണെന്നറിയൂ? ആ വീടൊരു പുകപ്പുരയാ. നീറി നീറിക്കൊണ്ടിരിക്കുന്ന പുകപ്പുര. എപ്പോഴാ തീ പിടിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അവളെ രാധമ്മയും പെൺമക്കളൊന്നും അംഗീകരിച്ചിട്ടില്ല. ഒരു അലവലാതി പെണ്ണുമ്പിള്ളയില്ലേ കൊച്ചമ്മണി, അവരാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓ, അങ്ങനെ. കാശിനോടും ആഹാരത്തിനോടും വല്ലാത്ത ആർത്തി ആ സ്ത്രീക്ക്. കൊച്ചമ്മണിക്ക് ഋതിക കാശ് വാരി വാരി കൊടുക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ അങ്ങനെയാ കാര്യങ്ങളുടെ കിടപ്പ്. കൊച്ചമണി ഞാൻ ശരിയാക്കി കൊടുത്തോളാം. രുക്മിണി ഫോൺ വയ്ക്കേ. എന്താ അമ്മേ പ്രശ്നം? കാശിറക്കി അവൾ ആളാവുന്നേ. അതിന് ഞാൻ മറുമരുന്ന് കണ്ടിട്ടുണ്ട്. എന്ത് മറുമരുന്ന്? നീ കണ്ടോടാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. ഈ അംബികയോടാ അവളുടെ കളി. അവളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്താ അത് വല്യമ്മാവന് ഇഷ്ടപ്പെടുവമ്മേ. എന്തായാലും മകളല്ലേ. അവന് മകളെക്കാളും മറ്റെന്തിനേക്കാളും വലുതാണ് അവന്റെ ഈ ചേച്ചി. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ദേവീ വിഗ്രഹമായി ഞാൻ എന്നെ അങ്ങ് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് മകളെ പോലും അവനൊരു വിളിപ്പാടകലെ അങ്ങ് അകറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് വല്ലത് നിനക്കറിയോടാ? ഇതെല്ലാം എനിക്കറിയാം. ഞാൻ പറയുന്നത് വല്യമ്മാവനൊരു മുഷിച്ചിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. സൂക്ഷിച്ചും കണ്ടും തന്നെയാ ഞാൻ എല്ലാം ചെയ്യുന്നേ. നിന്റെ അഡ്വൈസേ എനിക്ക് വേണ്ട. അകലേ നോവിനാലേ